എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെസ്റ്റേൺ സ്റ്റൈലിലൊരു ഡിന്നർ ലഞ്ച് റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഷെപ്പേർഡ്സ് പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുറച്ച് ഹൈ കാലറി ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴും കിഡ്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെപ്പേർഡ്സ് പൈ ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. ചിക്കൻ വെച്ചിട്ടോ പോർക്ക് വെച്ചിട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 6 ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ അത് ആദ്യം തന്നെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ക്യൂബ്സാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മളൊരു മാഷ് പൊട്ടേറ്റോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ക്യൂബ്സാക്കി എടുക്കുക. അപ്പോൾ അതിൽ എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റാർച്ചൊക്കെ ഉണ്ടെങ്കിൽ പോകും. ഉരുളക്കിഴങ്ങ് മുഴുവനെ ഇട്ടിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞും എടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ക്യൂബ്സാക്കി എടുക്കുമ്പോൾ നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. 2 വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. കുക്കറിലിട്ട് ഒന്ന് വിസിലടിച്ചാലും മതി. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ഉടച്ചു കൊടുക്കാം. മാഷ് പൊട്ടേറ്റോ ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ 2 ക്യൂബ് ബട്ടർ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതോ ചേർക്കാത്തതോ ആയിട്ടുള്ള ബട്ടർ എടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് നല്ല ചൂട് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഒരു പൊട്ടേറ്റോ മാഷർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. തടുത്ത് വെച്ചിട്ട് ചെയ്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ക്രീമി ആയിട്ട് ഒരു മാഷ് പൊട്ടേറ്റോ ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് കുറച്ചുകൂടി ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടകളൊട്ടും തന്നെ ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ കട്ടകൾ ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല. ഇത് ബേക്ക് ചെയ്ത് എടുക്കുമ്പോൾ ശരിയായിക്കോളും. കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്രീമിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രേറ്റഡ് ചീസും കൂടെ ചേർക്കുന്നുണ്ട്. മോസറല്ല ചീസോ ഏത് ചീസ് വേണമെങ്കിലും ചേർക്കാം. അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് പാഴ്സലി ലീവ്സ് അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില, ദിൽ ലീവ്സ് ഏത് വേണമെങ്കിലും പൊടിയിട്ട് അരിഞ്ഞിട്ട് അവസാനം ചേർത്ത് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷണലാണ്. നമ്മുടെ മാഷ് പൊട്ടേറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് ഈ മാഷ് പൊട്ടേറ്റോ. അപ്പം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സ്വീഡിഷ് ടൈപ്പിലുള്ള കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്. കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. നമ്മളിതിലേക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ദിൽ ലീവ്സ് ഒന്ന് പൊടിയായിട്ട് അരിയുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. ഇവിടെ നമ്മൾ മിൻസ്ഡ് ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ചധികം വെളുത്തുള്ളി മിൻസ് ചെയ്തത്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും ഗ്രീനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ അരിഞ്ഞ് മാറ്റി വെക്കാം. പയ്യിൽ നമ്മൾ ഒരു ഫുൾ മീലാണ്. അപ്പോൾ അതിൽ വെജിറ്റബിൾസും എല്ലാം ചേർന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ പീസും ക്യാരറ്റും 2 കളറിലുള്ള ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ക്യൂബ്സ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടിയായിട്ട് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഇഞ്ചി ചേർക്കില്ല, വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി നന്നായിട്ട് ബട്ടറിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉള്ളിയും അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉള്ളി മാത്രം ചേർത്താലും മതി. നന്നായിട്ട് ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്മോക്ഡ് പാപ്രിക്കയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു സ്പെഷ്യൽ മണമാണ്. കുറച്ച് സ്പൈസിന് വേണ്ടിയിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് ഹെർബ്സും ചേർക്കുന്നുണ്ട്. ഒറിഗാനോ, റോസ്മേരിയാണ് ചേർക്കുന്നത്. ഇതുണ്ടെങ്കിൽ ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള മസാലകൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തക്കാളിയുടെ പ്യൂരി ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്താലും മതി. ഞാൻ പ്യൂരിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് മിൻസ്ഡ് ബീഫാണ് ചേർക്കുന്നത്. മിൻസ്ഡ് ബീഫിന് പകരം മിൻസ്ഡ് ചിക്കൻ അല്ലാന്നുണ്ടെങ്കിൽ പോർക്ക് ഒക്കെ ചേർക്കാവുന്നതാണ്. മിൻസ്ഡ് ബീഫ് നമ്മൾ എടുക്കുമ്പോൾ കഴുകി എടുക്കണമെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മിൻസ്ഡ് ബീഫ് പാക്കറ്റിൽ വരുമ്പോൾ അത് കഴുകി എടുക്കാറില്ല. ഇത് അരച്ച ബീഫാണ്. ഇത് കഴുകിയാൽ പിന്നെ നമുക്ക് ബീഫ് കിട്ടില്ല, അരഞ്ഞിരിക്കുന്ന കാരണം. അത് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് കഴുകി വരുന്നതാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കഴുകേണ്ട ആവശ്യമില്ല. മിൻസ്ഡ് ബീഫ് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ അത് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫിൽ നിന്നും അത്യാവശ്യം നല്ല എണ്ണയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്.
ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ബീഫ് ഒരു 3/4 വേവായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, നമ്മളിനി ഇത് ബേക്ക് ചെയ്യുമ്പോൾ വേവും. കോളിഫ്ലവറിനും ഗ്രീൻ പീസിനും ഒക്കെ വേവ് കുറവാണ്, ക്യാരറ്റ് മാത്രമാണ് കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ളത്. പച്ചക്കറിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു കംപ്ലീറ്റ് മീലാണ്. ഇതിൽ പച്ചക്കറി, അതുപോലെ പ്രോട്ടീന്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എന്നും ഇത് കഴിക്കാൻ ഒന്നത് അത്ര ഹെൽത്തി അല്ല, എങ്കിലും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്ക് ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ പച്ചക്കറി കൂടെ ചേർത്തിട്ട് ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻസും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ബാക്കി വന്ന ആ ഒരു ദിൽ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഷെപ്പേർഡ് പൈ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴത്തെ ലെയറിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ആ ഒരു മിക്സ് ലെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കുക. അങ്ങനെ നമ്മൾ ബീഫും ആ പച്ചക്കറിയും കൂടെയുള്ള മിക്സ് നമ്മൾ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നിരത്തി കൊടുക്കാൻ പോകുന്നത് മാഷ് പൊട്ടാറ്റോ ആണ്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും കവറാകുന്ന രീതിയിൽ വേണം ഇത് നിരത്തി കൊടുക്കാനായിട്ട്. ഇനി ഒരു സ്പാറ്റില വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ബീഫിൻ്റെ മസാല പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഗ്രേറ്റഡ് ചീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷീറ്റായിട്ടുള്ള ചീസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കളറിലെ ചീസാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഷീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ചെഡാർ ചീസാണ്. അപ്പോൾ ചീസ് ഇത്രയും വേണ്ടെന്നുള്ളവർക്ക് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചീസും കൂടി നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് താഴത്തെ റാക്കിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. താഴത്തെ റാക്കിലോ മിഡിൽ റാക്കിലോ ഒക്കെ വെക്കാം. നമ്മളിവിടെ ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ അതവിടെ ബേക്കായി റെഡി ആയിട്ടിരിക്കും. അപ്പോൾ ബേക്കായി കഴിയുമ്പോഴത്തേക്ക് ഇതിന് മുകളിലുള്ള ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകും. നന്നായിട്ട് ബേക്കായി കിട്ടും. നമ്മുടെ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. വളരെ കുറച്ചൊരു പീസാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അത്രയ്ക്ക് ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. ചെറിയൊരു പീസ് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫുള്ളാകും. അത്രയ്ക്ക് ടേസ്റ്റിയും ഫില്ലിങ്ങുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തു വിടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്